ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. നല്ല സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ളൊരു അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും അച്ചാർ ഉണ്ടാക്കുക. ഓണസദ്യയിലും കേരള സദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാർ. അതും മാങ്ങ അച്ചാറാണെങ്കിലും അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് മാങ്ങ അച്ചാർ. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കണം. പരമാവധി കമൻസിന് ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. ചില സമയങ്ങളിൽ അയക്കാൻ പറ്റാറില്ല കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ അങ്ങോട്ട് എല്ലാ കമൻസിനും റിപ്ലൈ അയക്കാൻ നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ ഓണവിരുന്നിൽ ഓണസദ്യയിലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് കാണണം. ഫസ്റ്റ് നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഓണത്തിൻ്റെ സമയത്ത് മാർക്കറ്റിലൊക്കെ നല്ല പച്ചമാങ്ങ വാങ്ങാൻ കിട്ടാറുണ്ട്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ കഴിയും. ഞാനിവിടെ ഒരേ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവ പൊടിച്ചത്, വിനിഗർ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഓയിൽ, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങളടുത്ത് കടുക് എണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കും. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓയിൽ ചൂടാൻ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അതും ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, ഞാനിവിടെ മുളക് പൊടി 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. അതും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരു മാങ്ങയെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അധികം എരിവ് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാറിൽ എപ്പം കുറച്ച് ഉപ്പ് അധികം ചേർക്കണം കേട്ടോ, എന്നാലും അത് നല്ലോണം ഒന്ന് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് മാങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചെറിയൊരു മഞ്ഞ കളറ് വന്നിട്ടുണ്ട്, എന്നാലും നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കും. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ആ മാങ്ങ ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അധികം വെന്തുടയാൻ പാടില്ല മാങ്ങ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മൂടി വെച്ച് ഒന്ന് നല്ല തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചും കൂടി എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കടുക് ഇതുപോലെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കായപ്പൊടി 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് അതും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇത് ഉലുവ പൊടിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാംഗോ പിക്കിൾ റെഡി ആയി കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് വിനിഗറാണ്. 2 ടേബിൾ സ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാർ. അങ്ങനെ നമ്മുടെ അച്ചാറും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കുപ്പിയിലോ ഇതുപോലെ ഒരു ഭരണിയിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ ഓണസദ്യക്കുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവരും ഈ വീഡിയോ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ഓണവിരുന്നിലൂടെ നമുക്ക് കാണാം. Thanks for watching.